എടി നീ ആദ്യം ചോദിക്കണേ. എന്നാടി എന്നാ എന്നാ പറ്റി? ചാച്ചാ പെണ്ണ് എങ്ങനെയുണ്ട് ചാച്ചാ? ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ നമ്മുടെ ഇവിടെ ആരെപ്പോലെ ഇരിക്കും? മുടിയുണ്ടോടാ? മുടി മുടി കാണും. പൊക്കമുണ്ടോ? പൊക്കം ഞാൻ അങ്ങനെ നോക്കില്ലെന്നേ. അപ്പൊ നീ ഇതൊന്നും നോക്കിയില്ലേ? പിന്നെ നീ എന്നാ കാണാൻ പോയതാ? അമ്മച്ചി ആ ഫോൺ എടുത്താ കുട്ടിയച്ഛനൊന്ന് വിളിച്ചേ, അപ്പൊ അറിയാനുള്ള കാര്യം. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ചാച്ച പറയട്ടെ, പറയാച്ചാ. ദേ അമ്മച്ചി, ഇവന് പെണ്ണ് കണ്ട് പരിചയമില്ലാത്താണ്. ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത്. നമ്മളെല്ലാവരും കൂടെ പോയി പെണ്ണ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനിച്ചാൽ മതി. അതല്ലേ എനർജി? എന്റെ ഇഷ്ടത്തിനോട് ഒരു വിലയില്ലേ? അതുകൊള്ളാലോ. നീ ഒന്നും മിണ്ടാതിരി. അവൻ ഇഷ്ടപ്പെട്ടോന്ന് അറിഞ്ഞാൽ മാത്രം മതി. എടാ കുട്ടായി, വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു. അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന്. നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താന്നാ പറഞ്ഞേ. ഓ പിന്നെ ഞങ്ങളുടെ നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കൂടെ ഒന്ന് അറിയണ്ടെന്നേ. ഡി നീ ആ ഫോൺ എടുത്ത് ആന്റിമാരി ഒന്ന് വിളിച്ചേ. കൊച്ചേ, നീ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. നീ വിളിയടി. കുട്ടായി, പെണ്ണിന്റെ ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടടാ? അമ്മച്ചി എന്നോടൊന്നും ചോദിക്കണ്ട. എന്നാന്ന് വെച്ചാൽ അവളെ പറയാൻ തീരുമാനിക്കട്ടെ. ഞാനൊന്നും പറയാനുള്ളൂ. മുടിയുണ്ട്, പക്ഷേ വലിപ്പം കുറവാണോടി. എനിക്ക് തോന്നുന്നു ചെറുതാണ്. നീ ഒന്ന് നോക്കിയടി. ഏയ് എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ആവശ്യത്തിന് വണ്ണോ നല്ല നിറവും കുട്ടായിക്ക് ചേരും. ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ. ജോഡിച്ചാൻ ഫോട്ടോ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു. അതെ അതെ. ഞങ്ങൾ മറ്റന്നാൾ, അതായത് ഈ വരുന്ന 27-ാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡ്രൈവറടക്കം 9 പേരേ ഉണ്ടാവത്തുള്ളൂ. അതെ അതെ അതെ, അത് അച്ഛൻ്റെ വരെ നടക്കും തോന്നുന്നില്ല. അദ്ദേഹം ധ്യാനത്തിൻ്റെ തിരക്കിലാണല്ലോ. ഉവ്വ ഉവ്വ. ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ. ഹലോ, ഞാനേ നമ്മുടെ ഗോപിയുടെ വീട്ടിലിരിക്കുക. വന്നോ? എടി പിന്നെ നമ്മുടെ കടപ്പളാമറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ, അവന് പെണ്ണ് കിട്ടിയടി. ഷൈനിയാ. എന്നാ മേടിച്ചാടി കെട്ടുന്നേ? ഒന്നും മേടിക്കുന്നില്ല എടുത്തി. മോന്റെ ഇഷ്ടേ നോക്കിയുള്ളൂ. ഓ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുക. ചേട്ടത്തി ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി പുഴുക്ക് കഴിച്ചേച്ചു പോവാം. എന്റെ പൊന്നു കുഞ്ഞേ വേണ്ട, പെട്ടെന്ന് എന്നില്ലേ അവള് കിടന്ന് ബഹളം വെക്കും. ഞാൻ കല്യാണം വിളിക്കാൻ വീട്ടിലേക്ക് വരണ്ടേ? ആയിക്കോട്ടെ. ഇതെന്നാ നിന്റെ മുഖത്തൊരു തെളിച്ചയില്ലാത്ത? ഓ കല്യാണത്തിന്റെ ഇനി എന്നൊക്കെ ചെയ്താലോ? അതെ എന്നാലേ ഇനി നീ വിട്ടോ, ഞാൻ പൊക്കോളാം. ഓ ഹലോ ആരാ? ഞാൻ ഷൈനിയാണോ? അല്ല, ഞാൻ റിൻസിയാ. ഓ ഒരു മിനിറ്റ് ഞാൻ വെച്ചിട്ട് കൊടുക്കാവേ. ആരാ മോനെ? അങ്കമാലി. ഹലോ. മോളെ, ഈ പോത്തിന്റെ കാര്യം എന്നാന്ന് ചെയ്യുന്നത്? പോത്തിന്റെ കാര്യം നമുക്ക് താഴെ ഉപ്പൊന്ന് ഭാഗമല്ലേ, അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന നല്ല സുന്ദരം പോത്തിനെ കിട്ടും. ഒരു 2 മേടിച്ചങ്ങ് നിർത്താം നമുക്ക്. നമ്മുടെ വിവാഹോരുക്ക് ധ്യാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദാമ്പത്യ സ്നേഹം, ദാമ്പത്യ വിശ്വസ്തത, ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക. ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ, അബദ്ധധാരണകൾ ഒരുപാടുണ്ട്. വിവാഹത്തിന് മുമ്പ് ലൈംഗികതയിൽ ഏർപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ? വളരെ നല്ല ചോദ്യമാണ്. എന്താണ് മോന്റെ പേര്? മോൻസൺ. ഇരിക്കൂ. വിവാഹ ജീവിതത്തിന് വെളിയിൽ ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ശ്രീവാച കെട്ടുമസാരാണല്ലോ അല്ലേ? വൈദികന്റെ മുമ്പാകെയല്ല ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പാകെയാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴും ഏറ്റുപറയും. അച്ചോ, ഞാൻ ഇന്നേ വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം സ്ലീവാച്ച എന്നോ പറയാനുള്ള ഒരു ഇടം ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാലോ സ്ലീവാച്ച. പക്ഷെ ഞാനിപ്പോൾ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ചോ.
എന്താ നിന്റെ പ്രശ്നം പറഞ്ഞേ. അച്ചോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല. ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടുമില്ല. അതാണോ നിന്റെ പ്രശ്നം? അത് അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നിസ്സാര കാര്യമല്ലെന്ന്, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എന്നാ നീ പറഞ്ഞു തന്നെ? അച്ചോ, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലം പറിക്കുമെന്നേ. അത്രയ്ക്കേ ഉള്ളൂ. ഇതൊരു നിസ്സാര കാര്യം സ്ലീവാച്ച. കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത്. ആണിനുണ്ട് പെണ്ണിനുണ്ട്. ഇതൊരു തോന്നലാ. ഒന്നിച്ച് താമസിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി മാറും. സ്ലീവാച്ച, നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ്. എൻ്റെ റെൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. നീ ഇപ്പം ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ. സങ്കീർത്തനം 112 അധ്യായം 2 പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കുക. ഞാൻ പ്രാർത്ഥിച്ചോളാം.